പമ്പയാറിൽ പള്ളിയോടപ്പെരുമ. തിരുവാറുമ്പുളയപ്പനുള്ള ഓണവിഭവങ്ങളുമായി തിരുവോണത്തോണി രാവിലെ 6 മണിയോടെ ആറന്മുളയിലെത്തി. ഇന്നലെ വൈകിട്ട് കാട്ടൂരിൽ നിന്നും പുറപ്പെട്ട തോണിയെ ആറന്മുള ക്ഷേത്രക്കടവിൽ വഞ്ചിപ്പാട്ടോടെ ആചാരപൂർവ്വം സ്വീകരിച്ചു. മങ്ങാട്ട് ഭട്ടുതരി തോണിയിൽ കൊണ്ടുവരുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചാണ് ആറന്മുള ക്ഷേത്രത്തിൽ ഇന്ന് തിരുവോണ സദ്യ തയ്യാറാക്കുന്നത്. ആറന്മുളയിൽ നിന്നും ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, വളരെ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയാണ് ഇന്നിപ്പോൾ തിരുവോണത്തോണി പുലർച്ചെ ആറന്മുള സന്നിധിയിലേക്ക് എത്തിയത്. ഏതാണ്ട് നിരവധി പള്ളിയോടങ്ങളുടെ അകമ്പടിയിൽ ഇന്നലെ കാട്ടൂരിൽ നിന്നും ആരംഭിച്ച ആ യാത്ര പമ്പാ നദിയിലൂടെ അങ്ങനെ കടന്നു വന്ന് പുലർച്ചെ 6 മണിക്ക് ക്ഷേത്രസന്നിധിയിലെത്തിയപ്പോൾ എത്രത്തോളം പ്രൗഢോജ്വലമായ സ്വീകരണമാണ് ക്ഷേത്രക്കടവിൽ ഭക്തർ നൽകിയത്? ഗോകുൽ. യിലെ ഇന്നത്തെ ചടങ്ങുകൾക്ക് തുടക്കമായത് രാവിലെ കൃത്യം 6 മണിക്ക് തന്നെ തിരുവോണത്തോണി ക്ഷേത്രക്കടവിലെത്തി. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കാട്ടൂർ കടവിൽ നിന്ന് ആരംഭിച്ച തിരുവോണത്തോണി പുലർച്ചെയാണ് ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്രക്കടവിൽ എത്തിച്ചേർന്ന തിരുവോണത്തോണിയെ ക്ഷേത്രാധികൃതരും ഭക്തരും ചേർന്നുകൊണ്ട് ആചാരപൂർവ്വം സ്വീകരണം നൽകി ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ഒപ്പം തിരുവോണത്തോണിയിൽ മങ്ങാട്ട് ഭട്ടതിരിപ്പാട് കൊണ്ടുവന്നിട്ടുള്ള ഓണവിഭവങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് തിരുവാറന്മുളയപ്പൻ ഇന്ന് തിരുവോണ സദ്യ തയ്യാറാക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തീർത്തും ഭക്തിനിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ തന്നെയാണ് ചടങ്ങുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നത്. വഞ്ചിപ്പാട്ടിന്റെ ഈരടികൾ എങ്ങും മുഴകി കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഇനി ഈ പള്ളിയോടങ്ങൾ അവയുടെ ഉത്രട്ടാതി ദിവസം ഈ പള്ളിയോടങ്ങളുടെ ജലമേള കൂടി പൂർത്തിയാകുന്നതോടുകൂടി മാത്രമേ ആറന്മുളയിൽ ഓണാഘോഷങ്ങൾക്കും ഓണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്കും പരിസമാപ്തി കുറിക്കുകയുള്ളൂ. അതുവരെയും ഇത്തരത്തിൽ ഓണ ആഘോഷ ലഹരിയിൽ തന്നെയായിരിക്കും ആറന്മുളയുടെ പരിസര പ്രദേശങ്ങളെമ്പാടും. എന്തായാലും തീർത്തും ഭക്തി നിർഭരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ ക്ഷേത്രവും പരിസരങ്ങളും ഉള്ളത്. എന്തായാലും ഉച്ചയ്ക്ക് തിരുവോണ സദ്യ, വെള്ളസദ്യ എല്ലാവർക്കും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന എല്ലാ ഭക്തർക്കും ഇന്ന് തിരുവോണ സദ്യ ഉണ്ണാനായിട്ട് ക്രമീകരണം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ട് ഭക്തജനങ്ങളും അതിരാവിലെ മുതൽ തന്നെ ക്ഷേത്ര ദർശനത്തിനായിട്ടും ഒപ്പം ഈ തിരുവോണത്തോണിയെ സ്വീകരിക്കുന്നതിനുമൊക്കെ ആയിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. പമ്പാ നദിയുടെ ഇരു കരകളിലും ഭക്തർ ദീപങ്ങൾ തെളിയിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് തിരുവോണത്തോണിക്ക് സ്വാഗതം അരുളുകയുണ്ടായത്. ഹരിനാമ കീർത്തനങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് വഞ്ചിപ്പാട്ടിന്റെ ഇരടിയിലാണ് ആ ചടങ്ങുകളെല്ലാം തന്നെ ഇങ്ങനെ ആറന്മുളയിൽ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും വളരെ വർണ്ണാഭമായിട്ടുള്ള പൂർവാധികം ഭംഗിയായിട്ട് കഴിഞ്ഞ വർഷത്തിലേക്കാളൊക്കെ ഭംഗിയായിട്ടും കൂടുതൽ ഭക്തജന സാന്നിധ്യത്തിലുമാണ് ഈ ചടങ്ങുകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം കാട്ടൂരിൽ നിന്നും ആരംഭിച്ച തിരുവോണത്തോണിയുടെ യാത്ര പള്ളിയോടങ്ങളുടെ അകമ്പടിയോടുകൂടി പമ്പയിലൂടെ കടന്നു വരുമ്പോൾ അർദ്ധരാത്രി കാലഘട്ടങ്ങളിൽ പോലും പമ്പയുടെ ഇരുവശങ്ങളിൽ ദീപങ്ങൾ തെളിയിച്ചാണ് തിരുവോണത്തോണിയെ ഭക്തർ വരവേറ്റത്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടി ഓണവിഭവങ്ങളുമായി തിരുവോണത്തോണി 6 മണിക്ക് ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രക്കടവിൽ പ്രൗഢോജ്വലമായ സ്വീകരണം തിരുവോണത്തോണിക്ക് നൽകി. ഇന്ന് തിരുവോണമാണ്. ഇനിയുള്ള 4-ാം നാളാണ് കേരളം മുഴുവൻ കാത്തിരിക്കുന്ന ആറന്മുളയിലെ ഉത്രട്ടാതി ജലമേള. വിവരങ്ങൾ നൽകിയത് ഗോകുൽ രമേശ്.